തുടർച്ചയായിട്ട് പരാജയങ്ങൾ നേരിടുന്ന ഒരു നായകന് പിന്നീട് ഒരു പ്രൊജക്റ്റിലേക്ക് കമ്മിറ്റ് ചെയ്യാൻ സംവിധായകന് ചിലപ്പോൾ ഇഷ്ടമുണ്ടായിരിക്കും. അയാളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ഒരു ക്യാരക്ടർ ചിലപ്പോൾ ഇന്ന നടൻ ചെയ്താൽ മാത്രമാണ് അദ്ദേഹത്തിന് മനസ്സിലുള്ള ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിന് ഒരു ധാരണ ഉണ്ടായിരിക്കും. പക്ഷേ പ്രൊഡ്യൂസറുടെ സൈഡിൽ നിന്നായിരിക്കും പലപ്പോഴും അത് വേണോ എന്ന്. കാരണം അവരെ സംബന്ധിച്ച് അവർ മുടക്കുന്ന പൈസ 100% മടങ്ങിയെത്ര എന്നുള്ളൊരു ബോധ്യമുള്ളതുകൊണ്ട് പലപ്പോഴും അവരായിരിക്കും ചിലപ്പോൾ അതിനെ നിരുത്സാഹപ്പെടുത്തുക. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇവിടെ അഖിൽ സത്യനന്ദിക്കാട് അങ്ങനെ ആ വലിയൊരു ബ്രാൻഡിങ് ഉണ്ട് എങ്കിലും ചില സംശയങ്ങളുണ്ടായിരുന്നു നിവിൻ പോളിയെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്. കാസ്റ്റിങ്ങിൽ ആസ് എ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ താങ്കളുടെ ഒരു ധാരണകളും വിശ്വാസങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പ്രസക്തമായിട്ടൊരു ചോദ്യമാണിത്. ഇപ്പോൾ നമ്മൾ ഈ സിനിമയെ പറ്റി ചർച്ച ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പല സുഹൃത്തുക്കളും ഇൻഡസ്ട്രിയിൽ നിന്നും അല്ലാതെ കൊണ്ടും വിളിച്ച് പറഞ്ഞു, നിങ്ങൾ ഇത് ചെയ്യുന്നത് റിസ്ക്കാണ്. നേരത്തെ താങ്കൾ ഉദ്ദേശിച്ച പോലെ തന്നെ നിവിൻ പോളി എന്നുള്ള ആക്ടർ ഇപ്പോൾ അത്ര സക്സസ്ഫുൾ ആയിട്ടല്ല പോണേ ആളുടെ ഒരു കരിയർ ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് അഖിൽ സത്യനിൽ 100% വിശ്വാസം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നിവിൻ പോളി പറഞ്ഞ മോശം നടനൊന്നുമല്ല. എന്തൊക്കെയോ ദൗർഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ കൊണ്ടോ ചില സിനിമകൾ നന്നായില്ല, അത്ര മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ നിവിൻ പോളി എന്ന നടനത്തെ ചില ക്യാരക്ടറുകൾ അത്ര മനോഹരമായിട്ട് ചെയ്യാൻ നിവിൻ പോളി ഉള്ളൂ. അതെ അതെ അതെ. ഒത്തിരി ഫണ്ടുള്ള നമ്മള് എന്താ പറയാ അടുത്ത വീട്ടിലെ പയ്യൻ ഇമേജ് എന്ന് പറയുന്ന അത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ നിവിൻ പോളി നടൻ ഒരിക്കലും മോശമായിട്ടില്ല, ചില സാഹചര്യങ്ങൾ കുറച്ച് മോശമായി എന്ന് മാത്രം. അപ്പോൾ ഞങ്ങൾക്ക് അതിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഈ ആൾക്കാരുടെ ഒന്നും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സിനിമ അതിനൊക്കെയുള്ള മറുപടി എന്തായാലും കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പറയേണ്ട ആവശ്യമില്ല. അതെ അതെ. അതുകൊണ്ട് ഒരു സമയത്ത് പോലും നമുക്ക് ഈ സിനിമയിൽ നിന്നൊരു കോൺഫിഡൻസ് നഷ്ടപ്പെടുക അത്രയ്ക്ക് ഉറപ്പായിരുന്നു സിനിമ വിജയിക്കുന്നുള്ള കാര്യത്തിൽ.